പുര വേവുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനികൾ ശരിക്ക് പുര വേവുമ്പോൾ വാഴ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഇറാനും അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങിയ ശേഷം ലോക എണ്ണ വിപണി എന്ന് പറഞ്ഞാൽ മേഖല വളരെ വളരെ പരിതാപകരമാണ്. 12ാമത്തെ ദിവസം നമുക്ക് ഗ്യാസ് ഇല്ലാതായതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ പെട്രോളിന് വില കൂടുതൽ എല്ലാം കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ്. ട്രംപിന്റെ ചുണ്ടത്തിരിക്കുകയാണ് പെട്രോളിന്റെ വില എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ. ഈ ഒരു പ്രതിസന്ധിയിലും പാകിസ്ഥാൻ ഈ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് സാധിക്കുള്ളൂ. ഇറാനിൽ നിന്നുള്ള വില കുറഞ്ഞ പെട്രോൾ പാകിസ്ഥാനിലേക്ക് കടത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി അതിർത്തി കടന്ന് ഇറാനിലേക്ക് കടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ ഉണ്ടല്ലോ, ബലൂചിസ്ഥാൻ ഇപ്പോ പാകിസ്ഥാന്റെ മറ്റു പ്രവിശ്യകളുമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, സ്വതന്ത്ര രാജ്യമായിട്ട് മാറി എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യയോട് ചേർന്നുകൊണ്ടുള്ള അതിർത്തി വഴിയിട്ടാണ് ഈ പെട്രോൾ കടത്ത് പ്രധാനമായിട്ട് നടക്കുന്നത്. സാധാരണ വാഹനങ്ങൾക്ക് പകരം അവർ ഉപയോഗിക്കുന്നത്, കടത്താൻ ഉപയോഗിക്കുന്നത് 125 cc താഴെയുള്ള ബൈക്കുകളാണ്. കള്ളക്കടത്തുകാർ അതിനാണ് ഉപയോഗിക്കുന്നത്. ഈ ബൈക്കുകളിൽ കൂടുതൽ ഇന്ധനം കൊണ്ടുവരുന്നതിനായി വലിയ ടാങ്കുകൾ അല്ലെങ്കിൽ കന്നാസുകളൊക്കെ വശത്തിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചിട്ട് വലിയ മാറ്റങ്ങൾ, ആൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്. ഒരൊറ്റ യാത്രയിൽ ഏറ്റവും ചുരുങ്ങിയത് 100 ലിറ്റർ അല്ലെങ്കിൽ 700 ലിറ്റർ വരെ പെട്രോൾ വരെ ഇവർക്ക് കടത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് വാർത്ത. ദിവസേന ഏകദേശം 60 ലക്ഷം ലിറ്റർ പെട്രോൾ, എന്നാലോചിച്ച് നോക്കുക, 60 ലക്ഷം ലിറ്റർ പെട്രോളാണ് ഇത്തരത്തില് ബൈക്കുകളിൽ മാത്രം അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. ഒന്നും ചെയ്യേണ്ട, ക്രൂഡ് ഓയിലിന്റെ കാര്യമല്ല പറയുന്നത്, പെട്രോൾ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരെ വണ്ടിയിലേക്ക് ഒഴിച്ചാൽ മതി. ഇറാൻ സർക്കാർ ഇന്ധനത്തിന് വലിയ സബ്സിഡി കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പെട്രോളിന് വളരെ തുച്ഛമായ വിലയുള്ളൂ. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനിൽ ഇന്ധന വില വളരെ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയെ പോലുള്ള അവസ്ഥയല്ല, പാകിസ്ഥാൻ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭീമമായിട്ടുള്ള വില വ്യത്യാസം മുതലെടുത്തുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കാം എന്നതാണ് ആളുകളെ ഈ കള്ളക്കടത്തിലേക്ക് ആകർഷിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലെ പാവപ്പെട്ട യുവാക്കൾക്ക് ഇപ്പോ ഒരു പ്രധാന വരുമാന മാർഗമായി ഈ കള്ളക്കടത്ത് മാറിയിരിക്കുന്നു എന്നാണ് വരുന്ന വാർത്ത. എന്നാൽ ഈ കള്ളക്കടത്ത് വൻ ദുരന്തങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പ്ലാസ്റ്റിക് ക്യാനുകളിലും മാറ്റം വരുത്തിയിട്ടുള്ള മറ്റ് ടാങ്കുകളിലുമൊക്കെ ഇന്ധനം നിറച്ച് അമിത വേഗതയിൽ ബൈക്കുകൾ ഓടിക്കുന്നത് നിമിഷ നേരം കൊണ്ട് വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ബലൂചിസ്ഥാൻ മേഖലയിലെ റോഡുകളിൽ ഇത്തരം ബൈക്കുകൾ കൂട്ടിയിടിച്ചും മറിഞ്ഞുമൊക്കെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതായും വാർത്തയുണ്ട്. ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള വലിയ സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളിലും ഒക്കെ പെട്ട് നിരവധി പേർ, ഇത്തരത്തില് കള്ളക്കടത്ത് നടത്താൻ പോയ നിരവധി പേർ ദാരുണമായി വെന്തു മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ നിറച്ച ബൈക്കുകൾ ചെറിയൊരു അപകടത്തിൽപ്പെട്ടാൽ പോലും വലിയ സ്ഫോടനത്തോടെ കത്തിച്ചാമ്പലാകുന്ന കാഴ്ചയാണ് കാണേണ്ടി വരുന്നത്. മേഖലയില് ക്രമസമാധാന പ്രശ്നങ്ങള്, സുരക്ഷാ ഭീഷണികളൊക്കെ ഉയർന്നതോടെ അതിർത്തി സുരക്ഷാ സേനയും ഭരണകൂടവും ഒക്കെ കള്ളക്കടത്ത് തടയാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. രാജ്യാതിർത്തിയിലുള്ള അത്ര വളരെ ദുഷ്കരമായിട്ടുള്ള പാതകളും പ്രാദേശിക ജനങ്ങൾ കൊടുക്കുന്ന പിന്തുണയും, കാരണം അവരും ഈ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അതിനു പുറമെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, അവർക്ക് ഇതിന്റെ വസ്തുത അറിയാം. അതൊക്കെ കൊണ്ട് തന്നെ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് അതെല്ലാം ഒരു തുണയാണ്. കടുത്ത അപകട സാധ്യതയും ജീവഹാനിയും ഒക്കെ മുന്നിലുണ്ടായിട്ടും സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് ദിവസവും ഈ മരണപ്പാച്ചിലിൽ പങ്കാളിയാകുന്നത്. അതായത് അവിടുത്തെ ഏകദേശം ഒരു 40% ആളുകൾ, ആ പ്രദേശത്തെ 40% ആളുകൾ ഇത്തരത്തിൽ പെട്രോൾ കള്ളക്കടത്തുകാരാണ് എന്നാണ് വാർത്ത വരുന്നത്. എന്താ അല്ലേ? Different angles. Don't forget to subscribe and support this channel.